ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിക്ക് ഇന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുമായി ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വളരെ അനുകൂലമായൊരു തീരുമാനമുണ്ടായെന്നുള്ളതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സർക്കാരിന് ഒരു ഉത്തരവിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. അത് അനാവശ്യ വിവാദങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുകയും അതിനെ വിവാദമാക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കത്തോലിക്ക മാനേജ്മെൻറ്റുകളുടെ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഈ വിഷയത്തിൽ ആരംഭം മുതൽ സ്വീകരിച്ചിരുന്ന നിലപാട്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ, സംവിധാനത്തിൽ തുറന്ന ചർച്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും ചിലപ്പോൾ പ്രതിഷേധങ്ങൾക്കും കൃത്യമായൊരു സ്ഥാനമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാത്തലിക് മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലൊക്കെ നടന്ന നിരവധി സമരങ്ങൾ നടന്നു ഈ വിഷയത്തിൽ. അധ്യാപകർക്ക് നീതി ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് 16,000-ഓളം അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ഏകദേശം ഒരു 50,000-ഓളം ആളുകളാണ് 2021 മുതൽ ശമ്പളം ലഭിക്കാതെ പണിയെടുക്കുകയും പലരും ഇതിനുള്ള വണ്ടിക്കൂലി പോലും ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് തൊഴിലുകൾ ഏർപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു അധ്യാപക സമൂഹത്തിൻ്റെ ദൈന്യത, വളരെ മഹത്വമുള്ള അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്നവർ നേരിടേണ്ടി വന്ന ഈ ഒരു ദുരവസ്ഥ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പ്രതിഷേധ സമരങ്ങൾ നടന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ സത്വരമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചു. KCBCയുടെ പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയൂസ് ക്ലീമീസ് പിതാവ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ചങ്ങനാശ്ശേരിയുടെ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ വിഷയത്തിൽ ചർച്ച നടത്തി. ഇങ്ങനെ നടത്തിയ തുടർ ചർച്ചകളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമായിട്ടാണ് ഇന്ന് ഗവൺമെൻറ് കാത്തലിക് മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ആ ചർച്ചയിൽ NSSന് കൊടുത്തിരുന്ന ആനുകൂല്യം ഭിന്നശേഷിക്കാർക്കായി 996 മുതൽ ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്ന സീറ്റുകൾ ഒഴിച്ചിട്ടാൽ ബാക്കി സീറ്റുകൾക്ക് നടത്തിയിട്ടുള്ള നിയമനങ്ങൾക്ക്, അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് ഇന്ന് പ്രതിനിധികളെ അറിയിച്ചു. ഇത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. വൈകിയാണെങ്കിലും ഒരു വലിയ സമൂഹത്തിന്, നീതി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹത്തിന് നീതി കിട്ടി എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, വൈകി കിട്ടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ നീതി നിഷേധം ഒരുപക്ഷെ ഗവൺമെൻറ്റിന് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന ഒരു വിഷയത്തെ ഒരുപക്ഷെ അനാവശ്യ വാഗ്വാദങ്ങളിലോ ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുപോയെങ്കിലും ഇത് ഇപ്പോൾ പരിഹരിക്കാൻ തയ്യാറായതിന് ജനാധിപത്യ പ്രക്രിയയിലെ സംവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നിവേദനങ്ങൾക്കുമുള്ള വലിയ സാങ്കത്യം ഈ ഗവൺമെൻറ് അംഗീകരിച്ചതിന് സീറോ മലബാർ സഭയുടെ പേരിലുള്ള സന്തോഷം, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പേരിലുള്ള സന്തോഷം ഈ അവസരത്തിൽ ഗവൺമെൻറ്റിനെ, ഏറ്റവും പ്രത്യേകമായി ബഹുമാന്യനായ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരെയും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പ്രസ്താവനകൾ പിൻവലിക്കുന്നതിനുപരി നീതി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇത് ഒരുപാട് മനുഷ്യരുടെ, ക്രൈസ്തവർ മാത്രമല്ല, വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ജോലിയില്ലാതെ, ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരുടെയും കുടുംബങ്ങളുടെയും ഒരു ദൈന്യത ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവരനുഭവിക്കുന്ന നീതി നിഷേധത്തെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സന്തോഷമുണ്ട്. സർക്കാരിനോടുള്ള സമ്മർദ്ദതന്ത്രമല്ല എന്ന് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ആശ്വാസകരം. ഇലക്ഷൻ അടുക്കുമ്പോൾ ഉള്ള സമ്മർദ്ദതന്ത്രമാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ വന്നെങ്കിലും ഈ ഒരു ശുഭകരമായ തുറന്ന തീരുമാനം തെളിയിക്കുന്നത് തന്നെ ഗവൺമെൻറ്റിന് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ നിലപാടിലുള്ള തെറ്റിദ്ധാരണ മാറി എന്നുള്ളതാണ്. അത് ആശ്വാസകരമാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. കോടതിയിൽ ഗവൺമെൻറ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ്, നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലപാട്, ഗവൺമെൻറ് പോസിറ്റീവായൊരു നിലപാട് എടുക്കുമ്പോൾ പിന്നീട് മറ്റ് കാര്യങ്ങളെല്ലാം, നിയമനത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ക്രമീകരിക്കപ്പെടുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മുടെ പ്രതീക്ഷയുള്ളത്.